മഹാന്മാരായ ഔലിയാക്കന്മാരുടെ തഖ്ലീദ്, മഹത്തുക്കളായ ഔലിയാക്കന്മാർ അവർ കമാലിയത്തിലേക്ക് എത്തുമ്പോൾ, പൂർണ്ണതയിലേക്കെത്തിയ ഗൗസുൽ ആദം തങ്ങളെപ്പോലെ, റിഫായി ഷേഖ് തങ്ങളെപ്പോലെ, ഇമാം അബുൽ ഹസൻ ഷാദുലി തങ്ങളെപ്പോലെ, ഖാജ തങ്ങളെപ്പോലെ, ഷെയ്ഖുനായ പോലെ, മമ്പറം തങ്ങളെയൊക്കെ പോലെയുള്ള വലിയ വലിയ ഖുത്താബുമാരായ മഹാന്മാർ, ആ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയിൽ അവർ എത്തുന്ന സമയത്ത് അവർ നേരിട്ട് അള്ളാഹുവിൽ നിന്ന്, ഹബീബായ തങ്ങളിൽ നിന്ന് എല്ലാം കിട്ടുന്ന രൂപത്തിലേക്ക് അവർ എത്തുമ്പോൾ അവർ പിന്നെ മറ്റ് ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുകയില്ല. അത് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. കാരണം അവർക്ക് നേരിട്ട് യഖീനൻ ലഭിക്കുന്ന അറിവാണ് ഒരു ഭാഗത്തുള്ളത്. നമ്മളെ ഫിഖ് എന്ന് പറഞ്ഞാൽ ലന്നിയാത്താണ്, നമ്മളെപ്പോഴും പറയുന്നതാണ്. മഹാനരായ ഇമാമുന ഷാഫിഈ തങ്ങൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങൾ, ഇമാമുൽ ആദം അബു ഹനീഫ തങ്ങൾ പോലെയുള്ള വലിയ വലിയ അഇമ്മത്ത്, ആ അഇമ്മത്തൊക്കെ ഖുർആനും ഹദീസും മഹാന്മാരായ സഹാബത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ മനസ്സിലാക്കി, അവർ മനസ്സിലാക്കിയ ലന്നികളാണ് ഹുക്കുമുകളായി അവർ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ 4 മദ്ഹബിൻ്റെ ഇടയിൽ ഫിഖ്ഹിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ മഹാന്മാർക്ക് നേരിട്ട് യഖീനൻ ഹബീബായ തങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുമ്പോൾ ഈ ലന്നിയായ കാര്യങ്ങൾ അവർ തഖ്ലീദ് ചെയ്യണം എന്ന് പറയുന്നത് ബൗദ്ധികമായി തന്നെ മൗഢ്യമായ വാദാണല്ലോ. അപ്പോൾ വലിയ വലിയ അഖ്താബുമാരായ മഹാന്മാർ, ഷാറാനി ഇമാം പറയുന്നത് കാണും, ഫലാ യംബഗി ലി അഹദിൻ അൻ യഅ്മുറനാ ബിത്തഖയ്യുദ് ബിഖൗലി മുജ്തഹിദിൻ മിനൽ മുജ്തഹിദീൻ. മുജ്തഹിദീങ്ങളിൽ നിന്ന് ഒരു മുജ്തഹിദിൻ്റെയും വാക്കിനെ, ആ വാക്കിൽ ഞങ്ങൾ ഒതുങ്ങി നിൽക്കണമെന്ന് ഒരാളും ഞങ്ങളോട് നിർബന്ധിക്കരുത്. ഹബീബായ തങ്ങളല്ലാത്ത മറ്റാളുകളോടുള്ള തഖ്ലീദിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, ഞങ്ങൾ അതിൽ നിന്ന് വേർപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് മഹാനവർകൾ ശേഷം പറയുന്നുണ്ട്, ഫമൻ അമറനാ ബിത്തഖ്ലീദി ഫഖദ് ളലമനാ. ഞങ്ങളോട്, അഖ്താബുമാരായ ആളുകളോട് ഞങ്ങളോട് ഒരാൾ തഖ്ലീദ് ചെയ്യണമെന്ന് കൽപ്പിക്കുകയാണെങ്കിൽ ഫഖദ് ളലമനാ, അവർ ഞങ്ങളോട് അക്രമമാണ് ചെയ്യുന്നത്. ഷഹറാനി ഇമാം തങ്ങൾ അവിടുത്തെ ഇർഷാദു താലിബീനിൽ പറഞ്ഞ ഇബാറത്താണ് ഞാൻ പറഞ്ഞത്. ഷഹറാനി ഇമാം ഇതേ വിഷയം അവിടുത്തെ മീസാനുൽ കുബ്രയിൽ പറയുന്നുണ്ട്. മീസാനുൽ കുബ്രൻ്റെ തുടക്കഭാഗത്ത് തന്നെ കാണും. അവിടെ ഗൗസുൽ ആദം തങ്ങളെ വിഷയം പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഗൗസുൽ ആദം തങ്ങളെ താരീഖിൽ പലയിടത്തും കാണുമ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ച് അല്ലെങ്കിൽ ഹംബലി മദ്ഹബ് അനുസരിച്ചൊക്കെ ജീവിച്ച് എന്ന് ചരിത്രത്തിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ. നമ്മൾ ഖുത്ബിയത്തിൽ പാടുന്നുണ്ടല്ലോ, അശാഫിയ്യ ഫസിർതൽ ഹംബലിയ ബിലാ ഹജ്രിൽ തഹ്താത ബിൽ ഖൈറൈനി മുഅ്തദില എന്ന് നമ്മൾ പാടണില്ലേ. അപ്പോൾ കമാലിയത്തിലെത്തിയ ആളുകൾക്ക് തഖ്ലീദ് ആവശ്യമില്ല, അഇമ്മത്തിനെ തഖ്ലീദ് ചെയ്യൽ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ കമാലിയത്തിലുള്ള ആളല്ലേ ഗൗസുൽ ആദം, അവർ തഖ്ലീദ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന ചോദ്യം വരുന്നതുകൊണ്ട് ആ ചോദ്യം ഷഹറാനി ഇമാം മീസാനുൽ കുബ്രയുടെ തുടക്കത്തിൽ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അതിന് 3 രൂപത്തിൽ ഉത്തരം പറയുന്നുണ്ട്, മറുപടി പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ മറുപടികൾ അതിൽ നോക്കുങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ ഷഹറാനി ഇമാം അതിൽ പറയുന്നുണ്ട്. അതൊക്കെ അവർ ഹബീബായ തങ്ങളിൽ നിന്ന് ലഭിച്ചതനുസരിച്ച്, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതനുസരിച്ചാണ് അവരെ പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തു പോണത്. അത് അവരെ പ്രവർത്തനം കാണുമ്പോൾ ഷാഫി ഇമാമിൻ്റെ മദ്ഹബിൽ പറഞ്ഞതനുസരിച്ചാണ് കാണുന്നത്, കുനൂത്ത് ഓതുന്നത് കാണണ്ടേ, അല്ലെ ഹംബലി ഇമാമിൻ്റെ മദ്ഹബ് അനുസരിച്ചാണ് ചെയ്യണേ കാണുന്നത്. അപ്പോൾ ആളുകൾ അത് ഹംബലി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തു, അല്ലെ ഷാഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്തു എന്ന രൂപത്തിൽ പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ ആയി വന്നതാണ്. അവർ ചെയ്യുന്നത് തഖ്ലീദ് ചെയ്തതിൻ്റെ പേരിലല്ല, മറിച്ച് ജനങ്ങൾ കാണുമ്പോൾ ആ മദ്ഹബിൽ പറഞ്ഞ നിയമം അനുസരിച്ച് അവർ ചെയ്യുന്നത് കാണുമ്പോൾ ജനങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയതാണ് എന്ന് പോലും അതിന് വിശദീകരണം 3 രൂപത്തിൽ പറഞ്ഞതിൽ ഒരു വിശദീകരണം അങ്ങനെ പോലും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ് കുമ്മലുകളായ മശായിഖുമാരെ കുറിച്ചൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞത്. ഷഹറാനി ഇമാം ഇത് അജൂബത്തുൽ മർദിയയിൽ ഒന്നുകൂടി വിശദീകരിച്ച് പ്രത്യേകം പറഞ്ഞു തരുന്നുണ്ട് ഈ തഖ്ലീദിൻ്റെ വിഷയം. എത്ര കൃത്യമായിട്ടാണ് അവർ പറയുന്നത് നോക്കി. വസമഅതു സയ്യിദി അലി അൽ ഖവാസ് യഖൂൽ, എൻ്റെ ഷെയ്ഖായ അലിയുൽ ഖവാസ് തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മാമിൻ വലിയിൻ ഹഖ്ഖ ലഹു ഖദമുൽ വിലായത്തുൽ മുഹമ്മദിയ്യ, വിലായത്തുൽ മുഹമ്മദിയ ഹബീബായ തങ്ങളെ ഖദമിൽ നിൽക്കുന്ന ആ വലിയ മഖാമെത്തിച്ച ഒരു വലിയും ഇല്ല വയഖ്റുജു അനി തഖ്ലീദി ലഗൈരി റസൂലില്ലാഹ്, മുത്തുനബി അല്ലാത്ത മറ്റുള്ളവർക്ക് തഖ്ലീദ് ചെയ്യുക എന്നതിൽ നിന്ന് അവർ ഒഴിവായിട്ടല്ലാതെ ഉണ്ടാവുകയില്ല. വയസീറു യഅഖുദു ഇൽമഹു അൻ റസൂലില്ലാഹ് ബിലാ വാസിതത്തിൻ, ഒരു മധ്യവർത്തിയുമില്ലാതെ ഹബീബായ തങ്ങളിൽ നിന്ന് നേരിട്ട് ഇൽമ സ്വീകരിക്കുന്ന രൂപമാണ് അവർക്ക് ഉണ്ടാവുക. വയസ്തഗ്നി അൻ ജമീഇൽ വസായിത്, മറ്റുള്ള എല്ലാ മധ്യവർത്തികളിൽ നിന്നും അവർ ഒഴിവായിരിക്കും. ഷഹറാനി ഇമാം പറയാണ്, ഫഖുൽതു ലഹു, അലിയുൽ ഖവാസ് തങ്ങൾ, ഉമ്മിയായ അലിയുൽ ഖവാസ് തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു, ഹത്താ അഇമ്മത്തുൽ മദാഹിബ്,
അപ്പം നമ്മളെ മദ്ഹബിൻ്റെ അയിമ്മത്തുണ്ടല്ലോ, അൽ അയിമ്മത്തുൽ അർബഅ, അവരെപ്പോലും തഖ്ലീദ് ചെയ്യുന്നതിൽ നിന്ന് അവരൊഴിവാണോ എന്ന് പ്രത്യേകം ഞാൻ എടുത്തു ചോദിച്ചപ്പോൾ അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞു, ഫഖാല നഅം, അതേ, മാമിൻ വലിയിൻ ഹഖ്ഖലഹു ഖദമുൽ വിലായ ഇല്ലാ വയഖ്റുജു അനി തഖ്ലീദി ലിഗൈരി റസൂലില്ലാഹ്. അൽ വിലായത്തുൽ മുഹമ്മദിയ, അൽ അഖ്താബുൽ മുഹമ്മദിയൂൻ എന്നൊക്കെ പറയുന്ന ഉന്നതമായ സ്ഥാനത്തുള്ള മഹാന്മാർ, അവർ ഹബീബായ തങ്ങളല്ലാതെ മറ്റാരെയും തഖ്ലീദ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാണ്. കാരണം ലിഅന്ന ഗായത അക്സരി ഉലൂമിൽ മുജ്തഹിദീന അള്ളന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ മുജ്തഹിദീങ്ങളുടെ ഇൽമൊക്കെ അവസാനം എത്തുന്നത്, അവസാനം അവർ തീരുമാനമെടുക്കുന്നത് ലെന്നിലേക്കാണല്ലോ. വഉലൂമുൽ ഖൗമി ഖദ് ഇർതഫഅത് അൻ ദാലിക ഇലാ ഇൽമിൽ യഖീനി വഐനിൽ യഖീനി വഹഖിൽ യഖീൻ. ഔലിയാക്കന്മാരുടെ ഉലൂമ് അതൊക്കെ വിട്ട് ഇൽമുൽ യഖീനിലേക്കും ഐനുൽ യഖീനിലേക്കും ഹഖുൽ യഖീനിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് അൽ അജീബത്തുൽ മർദിയയിൽ അലിയുൽ ഖവാസ് തങ്ങൾ പറഞ്ഞ മറുപടി ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു എടുത്തു പറയുന്നുണ്ട്. ഇതാണ് അവരൊക്കെ പഠിപ്പിച്ച നല്ല മാതൃക. അത് മഹാന്മാരുടെ പ്രവർത്തനങ്ങൾ പറയുന്നിടത്തും പലയിടത്ത്, ഇപ്പോൾ കിതാബുൽ ഇബ്രീസിൽ അബ്ദുൽ അസീസുൻ ദബ്ബാഖ് തങ്ങൾ പല മഹാന്മാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് നമ്മൾ കാണുമ്പോൾ ലാഹിറിൽ നമുക്ക് എന്താണെന്ന് തിരിയാത്ത, തെറ്റാണെന്ന് തോന്നിപ്പോകുന്ന പ്രവർത്തനങ്ങൾ, ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞിടത്തൊക്കെ ഈ മഹാന്മാരെ ഡയറക്റ്റുള്ള തഖ്ലീദിൻ്റെ വിഷയം, ഹബീബായ തങ്ങളിൽ നിന്ന് ഡയറക്റ്റായുള്ള തഖ്ലീദിൻ്റെ വിഷയം, മറ്റാരെയും തഖ്ലീദിൽ നിന്ന് ഒഴിവാകുന്ന വിഷയം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. നോക്കുങ്ങൾ, പല പ്രവർത്തനങ്ങളും പറയുന്നുണ്ട്. ഷാറാൻ ഇമാം അജൂബയിൽ തന്നെ ഇമാം അബൂബക്കർ അബ്ദുല്ലാഹി ഷിബ്ലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ അവരെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ദീനാർ, കുറച്ച് കാശ്, അത് ദജ്ലയിലേക്ക്, ടൈഗ്രീസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ പൈസ മൂല്യമുള്ള സംഗതിയല്ല, അതിങ്ങനെ എടുത്തെറിയാൻ പറ്റൂലല്ലോ, നഷ്ടപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനെ പലരും എതിർത്ത കൂട്ടത്തിൽ ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, ഷിബ്ലി ഇമാം ചെയ്ത പ്രവർത്തനത്തെ ഗസാലി ഇമാമൊക്കെ ന്യായീകരിച്ചത് വലിയ മോശമായിപ്പോയി. ഗസാലി ഇമാമിനെ പോലെയുള്ള ഒരാളൊക്കെ അതെങ്ങനെയാണ് നന്മയായിട്ട് എടുത്തു പറയുക? കൈഫ യഹ്കി ദാലിക അൻഹു അലാ വജ്ഹിൽ മദ്ഹി ലഹു ലാ അലാ വജ്ഹിൽ ഇൻകാർ. അതൊക്കെ അതിനെ എതിർക്കാന്നല്ലാതെ അത് മദ്ഹായിട്ട് എങ്ങനെയാണ് ഗസാലി ഇമാമൊക്കെ എടുത്തു പറയാ എന്ന് പറഞ്ഞ് ഇബ്നുൽ ഖയ്യിം അബൂബക്കർ അബ്ദുല്ലാഹി ഷിബ്ലി തങ്ങളെ ഈ പ്രവർത്തനത്തെ ഗസാലി ഇമാമ് തൗജീഹ് ചെയ്തതിനെ എതിർത്തപ്പോൾ ഷെഹ്റാൻ ഇമാമ് പറയുന്നു, വൽ ജവാബു അന്നഹു ഖദ് തഖദ്ദമ മിറാറ, ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് അതിനുള്ള മറുപടി, അന്ന അഹ്ലു തരീഖി മുജ്തഹിദൂന ഫീ അഹ്വാലിഹാ. അഹ്ലു തരീഖ് മശായിഖന്മാർ അവരുടെ അഹ്വാലുകളിൽ മുജ്തഹിദീങ്ങളാണ്, അവർക്ക് സ്വന്തമായി ഇജ്തിഹാദിനുള്ള അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രവർത്തനത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ വല്ലാതെ സൂക്ഷിക്കണം. അതാണ് ഗൗസുൽ ആദം തങ്ങൾ പ്രത്യേകം ഫുതുഹുൽ ഗൈബിൽ നമുക്ക് കാണാമല്ലോ അവിടുത്തെ വാചകം, വസല്ലിം ലഹു ഫീമാ തറഹു വലൗ യകുൻ അലാ ഗൈരി മശ്റൂഇൻ ഫസമ്മ മഖാദിഉ. അവരിൽ നിന്ന് കാണുന്ന പ്രവർത്തനങ്ങൾ അത് അവർക്ക് തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കണം. ഒരാൾക്ക് അത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവർക്കങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് അവർക്കങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയെങ്കിലും വേണം. വലോ ഗൈറ മശ്റൂഇൻ, അത് നാം മനസ്സിലാക്കിയ ശറഇന് എതിരായിട്ടാണ് അത് വന്നിട്ടുള്ളതെങ്കിലും മോനെ നീ അതിൽ കയറി മഹാന്മാരെ ചോദ്യം ചെയ്യാൻ പോകണ്ട, അത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കലാണ് അതിലെ ഏറ്റവും സലീമായ വഴിയെന്ന് ഗൗസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു അതാണ് അവർ പറഞ്ഞത്. ഫഫീ ഖിസ്സത്തിൽ ഖിളിരിൽ കരീമി കിഫായതു ബിഖത്ലി ഗുലാമിൻ വൽ കലീമു യുദാഫിഉ. മഹാനരായ സയ്യിദുനാ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും സയ്യിദുനാ ഖിളർ അലൈഹിസ്സലാമും തമ്മിലുള്ള ആ യാത്രയിൽ, ആ ബന്ധത്തിൽ, അപ്പോൾ നടന്നിട്ടുള്ള ആ പ്രവർത്തനങ്ങളിലൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടുവോളം ഉണ്ട് കേട്ടോ. മനസ്സിലാക്കണം, പലതും പലർക്കും മനസ്സിലാവാത്ത പ്രവർത്തനങ്ങൾ മഹത്തുക്കളായ ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാകും. അതൊക്കെ കാണുമ്പോൾ ഫസല്ലിം ലഹു ഫീമാ തറാഹു വലൗ യകുൻ അലാ ഗൈരി മശ്റൂ, അത് നിനക്ക് മനസ്സിലായ ഷറഇന്റെ രൂപത്തിൽ അല്ലെങ്കിൽ പോലും അവർക്കത് ഏൽപ്പിച്ചു കൊടുത്തേക്കണം എന്നാണ് ഗൗസുൽ ആദം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്.